ഹായ് ഗൈസ്, നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് മുത്തങ്ങ ഫോറസ്റ്റിലൂടെയാണ്. നമുക്ക് കറക്റ്റ് 5:30 ആയപ്പോഴത്തേക്കും ചെക്ക് പോസ്റ്റ് കാര്യങ്ങൾ ഓപ്പണാക്കി എത്തിയിട്ടുണ്ടായിരുന്നു. വെളുപ്പിന് ഫോറസ്റ്റിലുള്ള ബൈക്ക് യാത്ര അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ മൃഗങ്ങളൊക്കെ കണ്ടിട്ട് നല്ല രീതിയിൽ റൈഡ് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ കൂടെ 5-6 ബൈക്കേഴ്സ് ഉണ്ട്. നമ്മൾ നേരെ ഊട്ടിയിലേക്കാണ് പോകുന്നത്. സോ നമ്മുടെ ഊട്ടി ട്രിപ്പിൻ്റെ ചെറിയൊരു മിനി വ്ളോഗാണിത്. വെളുപ്പിന് കയറിയത് കൊണ്ട് തന്നെ ഒരുപാട് മൃഗങ്ങളെ കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയോടെയാണ് നമ്മൾ യാത്ര ചെയ്തത്. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റിയത് മാൻകൂട്ടങ്ങളെയാണ്. നമ്മുടെ ഇരുവശങ്ങളിലും മൊത്തം മാൻകൂട്ടങ്ങൾ തന്നെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഗൈസ്, അങ്ങനെ നമ്മൾ ആദ്യത്തെ ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു ഗ്രാമത്തിലേക്ക് കിടന്നിട്ടുണ്ട്. നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഫുൾ എന്തോ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നമുക്ക് ഏതെങ്കിലും ചായക്കട കണ്ടിട്ട് നിർത്തിയിട്ട് വേണം ചായ കാര്യങ്ങൾ കുടിക്കാനായിട്ട്. രാവിലെ തന്നെ ഫോറസ്റ്റിൽ കയറിയതാണ്. ഇവിടെ നമ്മൾ ചായ കാര്യങ്ങൾ കുടിച്ചിട്ടില്ല. പോകുന്ന വഴിക്ക് നമ്മൾ കണ്ടൊരു കാഴ്ചയാണ്. പ്ലാസ്റ്റിക്കും ബാക്കി വേസ്റ്റ് കാര്യങ്ങളൊക്കെ നിക്ഷേപിക്കാനായിട്ട് വലിയൊരു വേസ്റ്റ് ബിൻ തന്നെ അവരവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ അടുത്ത സംസ്ഥാനത്തിൻ്റെ ഫോറസ്റ്റിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം പോകുന്ന വഴിക്ക് വേസ്റ്റ് കാര്യങ്ങളൊന്നും ഫോറസ്റ്റിലിടാതെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നമുക്ക് മൃഗങ്ങളെയും ഫോറസ്റ്റിനെയൊക്കെ സംരക്ഷിക്കാൻ പറ്റും. ഗൈസ്, നോക്ക് എന്താ ഭംഗി! ഇരുവശങ്ങളിലും പച്ചപ്പ് വാരി വെതിരി നിൽക്കുന്ന ഫോറസ്റ്റ്, അതിലൂടെ മേച്ച് നടക്കുന്ന മാൻകൂട്ടങ്ങൾ. ഇങ്ങനൊരു റോട്ടിലൂടെ നമ്മൾ ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് വേറെ ലെവലിൽ തന്നെ. കാരണം ഭയങ്കര പീസ്ഫുള്ളായിട്ട് മൃഗങ്ങളെയൊക്കെ കണ്ടിട്ട് നല്ല രീതിയിൽ ആസ്വദിച്ച് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഗൈസ്, എനിക്ക് തോന്നുന്നു മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകുന്ന യാത്രക്കാർ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് റോട്ടിലൂടെ ഇറങ്ങി നടക്കുന്ന ആനകളെയാണ്. ഗൈസ്, ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഇതുവരെ ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും പോയിരിക്കേണ്ട റൂട്ട് തന്നെയാണിത്. 3 സംസ്ഥാനങ്ങളുടെ ഫോറസ്റ്റിലൂടെയുള്ള യാത്ര നമുക്ക് വേറെ തന്നെ ഒരു അനുഭവം പകർന്നു തരുന്നതായിരുന്നു. അതുപോലെ നിങ്ങൾ വരാൻ നേരത്തെ മാക്സിമം ചെക്ക് പോസ്റ്റ് തുറക്കുന്ന സമയത്ത് തന്നെ ഫോറസ്റ്റിൽ എൻട്രി ചെയ്യാൻ നോക്കണം. ആ ഒരു സമയത്ത് നിങ്ങൾ ഫോറസ്റ്റിലൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളം കാഴ്ചകൾ കാണാൻ പറ്റും. ഇഷ്ടം പോലെ മൃഗങ്ങൾ നിങ്ങൾക്ക് സീൻ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ റിസോർട്ടിലെത്തി വന്നപാടെ തന്നെ എല്ലാവരും കയറി കിടന്നിട്ടുണ്ട്. നമ്മൾ വന്നപ്പോൾ കുറച്ച് പോപ്കോൺ കാര്യങ്ങളൊക്കെ മേടിച്ചായിരുന്നു. എല്ലാവരും ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. റെസ്റ്റ് കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പൂളിലൊക്കെ ഇറങ്ങി കുളി കളിയൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുകയായിരുന്നു. രാത്രി ആയപ്പോഴത്തേക്കും നമുക്ക് കഴിക്കാനുള്ള ഫുഡെന്ന് പറയണത് ഇന്ന് നമ്മൾ ചിക്കൻ ഗ്രില്ലാണ് ചെയ്യണത്. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പൊറോട്ട കാര്യങ്ങൾ മേടിച്ചിട്ടുണ്ട്. ചിക്കൻ നമ്മൾ തന്നെ മേടിച്ച് മാഗ്നേറ്റ് ചെയ്ത് ഗ്രില്ലിൽ വെക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സൈഡിൽ ചിക്കൻ മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ അഭിരാജ് ബ്രോ ആണെങ്കിൽ പിറ്റ് ഫയർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നല്ല രീതിയിൽ തണുപ്പുണ്ടായിരുന്നു. സോ ഒരു തീയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തണുപ്പ് കാര്യങ്ങളൊക്കെ ഒരു കുറവ് കിട്ടണതായിരിക്കും. സോ ഗൈസ്, ഇന്ന് നമ്മൾ ഊട്ടിയിലെ 2ാമത്തെ ദിവസമാണ്. നമ്മളിന്ന് പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് കോത്തഗിരിയാണ്. കോത്തഗിരിയിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ഒരുപാട് വ്യൂ പോയിൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ റിസോർട്ടിൽ നിന്ന് ഏർലി മോർണിംഗ് തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. കാരണം നമ്മൾ സൺറൈസ് എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് യാത്ര ചെയ്യുന്നത്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. സൂര്യനൊക്കെ പതിയെ ഉദിച്ച് വരുന്നുണ്ട്. നല്ല കളർഫുൾ സ്കൈയൊക്കെ കണ്ടിട്ട് നൈസിന് ബൈക്ക് ഓടിച്ചങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, കോത്തഗിരി എത്തുന്നതിന് മുന്നേ ലെഫ്റ്റ് സൈഡിൽ ഒരു ടീ പ്ലാന്റേഷൻ ഉണ്ട്. അതിലൂടെ ട്രെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഹിൽ ടോപ്പിൽ നിന്നിട്ട് നല്ല രീതിയിൽ സൺറൈസ് കാണാൻ പറ്റും. നമ്മൾ ആ പ്രതീക്ഷയിൽ കുറേ നേരം അവിടെ പോയി നിന്ന് ടൈം ലാപ്സൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് സൺറൈസ് കാണാൻ പറ്റില്ല. കാരണം ഹെവി ക്ലൗഡായിരുന്നു. ക്ലൗഡ് കാരണം കുറേ നേരം നോക്കി നിന്നു. എന്നിട്ട് നമുക്ക് സൺറൈസ് കാണാനുള്ള ഭാഗ്യം കിട്ടിയില്ല ഗൈസ്. സൺറൈസിൻ്റെ പ്ലാനെ കാര്യങ്ങൾ മൂഞ്ചതിന് ശേഷം നമ്മൾ സെക്കൻഡ് സ്പോട്ടായ ദോദബെട്ട പീക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പീക്കിലേക്ക് പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കട്ടിങ് കാണാൻ പറ്റും. നിങ്ങൾ ബൈക്കിലേക്ക് വരുന്ന ആൾക്കാരാണെങ്കിൽ ബൈക്കൊക്കെ അതിൻ്റെ മണ്ടയിലേക്ക് കയറ്റിയതിന് ശേഷം നിങ്ങൾക്ക് നല്ല ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അതിന് മുകളിലേക്ക് നിങ്ങൾക്ക് ബൈക്ക് ഓടിച്ച് പോകാൻ പറ്റും. കുറേ പൂക്കളൊക്കെ ആയിട്ട് നല്ലൊരു പ്രദേശമാണ് അത്. സോ കയറുന്ന ആൾക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും പ്ലാസ്റ്റിക്കോ മറ്റ് വേസ്റ്റ് കാര്യങ്ങളൊന്നും കൊണ്ടുവന്ന് ഇടാതിരിക്കുക നിങ്ങൾ. ഗൈസ്, ഇതെന്തോ ഗവൺമെൻറ്റിൻ്റെ എന്തോ പ്രോപ്പർട്ടി കാര്യങ്ങളാണ്. സോ ഇവിടെ നമുക്ക് കയറാൻ പെർമിഷൻ ഇല്ലാത്തതാണ്. നിങ്ങൾ വന്ന് കയറുന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്യാതെ എത്രയും വേഗം തന്നെ തിരിച്ചിറങ്ങാൻ നോക്കണം. ലോക്കൽസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ മെക്കിട്ട് കയറിക്കൊണ്ട് വരുന്നതായിരിക്കും. ഗൈസ്, നമ്മൾ പോകുമ്പോൾ ക്ലൈമറ്റ് ഭയങ്കര കിടിലൻ ക്ലൈമറ്റ് ആയിരുന്നു. നമ്മൾ പീക്കിന് ടോപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് യാത്ര ചെയ്യണത്. നമ്മൾ പോകുന്ന നേരത്തെ ആകാശം കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. കാരണം നല്ല നീല കളറിൽ വൈറ്റായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ സ്കൈ ആയിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. നമ്മളങ്ങനെ പീക്കിലെത്തിയിട്ടുണ്ട്. നമ്മൾ ചെന്ന സമയത്ത് അത്യാവശ്യം റഷ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇഷ്ടം പോലെ മലയാളത്തിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഗൈസ്, നമ്മൾ ഊട്ടി ചെന്നിട്ട് പല പല സ്പോട്ടിൽ പോയിട്ടുണ്ട്. സോ അതിൻ്റെ എല്ലാം വ്ളോഗ് ഈ ഒരു ഒറ്റ വീഡിയോ തന്നെ പറഞ്ഞതായിരിക്കും. സോ നിങ്ങളെല്ലാവരും മാക്സിമം
വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ നോക്കുക. ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ അടുത്ത സ്പോട്ടായ കൂന്നൂരുള്ള ടൈഗർ ഹിൽസ് സെമിത്തേരിയിലാണ്. കൂന്നൂരിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം വരുന്നത്. ഗൈസ് ഇതിന് ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത് 1905-ലാണ്. ഇവിടെ ഏകദേശം 500 മുകളിൽ ബ്രിട്ടീഷുകാരുടെ കല്ലറകളാണ് ഉള്ളത്. വർഷത്തിൽ ഒരു നാൾ ബ്രിട്ടീഷുകാരുടെ തലമുറക്കാർ വന്നിട്ട് പ്രാർത്ഥനയും ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാറുള്ളതെന്നാണ് ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാർ നമുക്ക് പറഞ്ഞു തന്നത്. നമ്മൾ വൈകുന്നേരം 6 മണിയായപ്പോഴാണ് ഒരു സ്പോട്ടിൽ എത്തിയത്. നമ്മൾ എത്രത്തോളം നേരം ഇവിടെ നിൽക്കുന്നു അത്രത്തോളം ഹൊറർ ഫീൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. കാരണം ഭയങ്കര നിശബ്ദമായ ഒരു സ്ഥലമാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ വരുന്ന ടൂറിസ്റ്റേഴ്സ് തന്നെ കുറവാണ്. ഗൈസ് ഇന്ന് ഡേ 3 ആണ്. നമ്മളിന്ന് പോകാൻ പോകുന്നത് കിന്നക്കോരയിലേക്കാണ്. തമിഴ്നാട്ടിൽ സൂര്യനദിക്കകത്ത് തമിഴ് ഗ്രാമമാണ് കിന്നക്കോര എന്ന് പറയുന്നത്. കിന്നക്കോരയിലേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത് അപാരമായ കാഴ്ചകളാണ്. നമ്മൾ കിന്നക്കോരയിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് റൈറ്റ് സൈഡിൽ ചെറിയൊരു വാട്ടർഫോൾസ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. നമ്മൾ പോയ സമയത്ത് വെള്ളം കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. ഗൈസ് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.